ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയിലെ കാസ്റ്റാണ്. വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ സിനിമ ഇങ്ങനെ റിലീസിന് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വിനീഷ് എന്നാണ്. ഞാനൊരു ഡിസൈനറാണ് പ്രൊഫഷണൽ. പിന്നെ സിനിമയോടുള്ളൊരാഗ്രഹം കൊണ്ട് ഇതിലേക്ക് വന്നതാണ്. ഡയറക്ടറിനെ കാസ്റ്റ് വിളിച്ചിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയുക എന്താ പറയണ്ടേ, ഓഡീഷൻ അല്ല, നമുക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു 13 ദിവസത്തെ. അത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓരോരോ ജോബും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും വരും ഒരുമിച്ച്. ഈവനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ തീരുന്നത് 12 മണി, 1 മണി, 2 മണി ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ആ സമയം വരെയൊക്കെ ഇതുപോലെ നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കേണ്ട എല്ലാ സീനുകളും അവിടെ ഡയറക്ടർ കണ്ട് തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ ലൊക്കേഷനിൽ പോയി അഭിനയിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അത്രയും സ്കിൽഡായിട്ട് എല്ലാവരെയും നോക്കിയിട്ടാണ് ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഈ സമയത്തുണ്ടായ കുറേ രസങ്ങളായിട്ടുള്ള പരിപാടികളും എല്ലാം നല്ലതായിരുന്നു. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത്. നന്നായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ പേര് അഭിരാമി. ഞാനിപ്പോൾ കോസ്മെറ്റോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് മോഡലിങ്ങും ചെയ്യണുണ്ട്. പണ്ടേ തൊട്ട് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എൻ്റെ ചേച്ചിയുണ്ട്, കസിൻ ചേച്ചി. പുള്ളി ഇങ്ങനെ ഒരു ആഡ് ഇട്ടേക്കണുണ്ട്, മെസ്സേജ് അയച്ചതാണ്. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ഇതിലെ ഡയറക്ടർ. അപ്പോൾ ആ വഴി കിട്ടിയതാണ്. പിന്നെ ഓഡീഷൻ ചെയ്തപ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇതിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂജയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ ഇതിലുണ്ടെന്ന് അറിഞ്ഞത്. സർപ്രൈസ് ആയിരുന്നു, ഞെട്ടിപ്പോയി ആകെ. ഇവിടെ പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞിങ്ങനെ 10 ദിവസം ഇങ്ങനെ പോയിട്ട് സെലക്ട് ആവുമെന്ന് നോക്കാം, എന്നിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ 10 ദിവസം ആകാറായപ്പോൾ പറഞ്ഞ് ഇതിലുണ്ടെന്ന് പറഞ്ഞ്. സെക്കൻഡ് ഹീറോയിനായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തേക്കണേ. ടെൻഷനാണ്, അത് വിഷമമാണ്. അത് ഭയങ്കര മൊത്തം മനസ്സിലാവുണ്ട്. ഈ ആളാണ് ശരിക്കും സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ച ഒരാളാണ്. ഞാൻ ഫസ്റ്റ് വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. വേറെ ആളാണ്. ആ ഒരു പുലിക്കുട്ടിയാണ് ഇപ്പൊ പൂച്ചക്കുട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇല്ല, മൈക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ദിബിൻ കലാപം എന്നാണ്. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മാരത്തോൺ, ഗാർഡിയൻ, അതുപോലെ സൂഫി സുജാത, സുലൈഖ മൻസിൽ, നീരജ, അതുപോലെ കുട്ടൻ്റെ ഷിനിഗാമി എന്നൊക്കെയുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മന്ദാകിനി, ലാസ്റ്റ് ചെയ്ത മന്ദാകിനി. അപ്പോൾ മന്ദാകിനി കഴിഞ്ഞിട്ട്, മന്ദാകിനി അല്ല, അതിന് മുന്നേ ചെയ്ത മൂവിയാണ് ഈ പ്രേതങ്ങളുടെ കൂട്ടം. അപ്പോൾ മുട്ട കടിച്ചിരിക്കുമ്പോഴാണ് പിന്നെ മന്ദാകിനിയിൽ സെലക്ട് ആയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇതിലെത്തിയത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂജ നടക്കണ എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണേട്ടൻ വഴി അങ്ങനെ അറിഞ്ഞതാണ്. അപ്പോൾ സുധീർ സാറിൻ്റെ ഫ്രണ്ടാണ്, സുധീർ സാലി സാറിന്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി പൂജയ്ക്ക് വന്ന് ചാൻസ് ചോദിച്ചു. അന്നൊക്കെ ഒരു സ്റ്റേജിലായിരുന്നു. അങ്ങനെ പൂജയ്ക്ക് വന്ന് ചാൻസ് ചോദിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധീർ സാർ പോയിട്ട് തിരിച്ചവിടെ വന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ മോനതിൽ എനിക്ക് വിഷമുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ മാത്രം ഇതിലിരിക്കണുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോനെ എനിക്കിതൊരു വേഷമുണ്ട്, മുട്ട അടിക്കാൻ തയ്യാറാണോ ചോദിച്ചു. ഞാൻ മുട്ട എല്ലാം തല പൊട്ടിക്കാൻ വരെ തയ്യാറ്. അങ്ങനെ ഞാൻ ഇതിൽ അങ്ങനെ ചാൻസാണ്. പിന്നീട് ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. സുധീർ സാറിൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന നല്ല ഇറച്ചി ചോറും കഴിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കൂടി ഈ പള്ളുരുത്തിയിൽ. അതെ. എന്തായാലും ജോർജ് സാറിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, നല്ലൊരു വേഷം കിട്ടിയത്. താങ്ക് യു. എൻ്റെ പേര് ജയൻ മെൻഡസ്, വീട് എറണാകുളം ജില്ലയിൽ തന്നെ. ഇവർ പറയണ ഒരു ആക്ടിങ് ക്യാമ്പിലൊന്നും ഞാനൊന്നും ഇല്ലായിരുന്നില്ല. ഇവർക്ക് പറയണ പോലത്തെ കഥകളും ഇല്ല പറയാനായിട്ട്. പക്ഷേ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഈ പടത്തിലേക്ക് വന്നതാണ്. ഡയറക്ടർ സാർ സുധീർ സാലി വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പറ്റൂലെങ്കിൽ ഞാൻ അതിനകത്തൊരു ക്യാമറമാൻ ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളിയുടെ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് അതിനകത്ത് റോൾ ചെയ്യുന്നു.
അപ്പോൾ ചെയ്ത് നോക്കി അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഇവർ പറയണ പോലത്തെ വേറെ കഥകളൊന്നും ഇല്ല നമുക്ക്. ഇവർ ക്യാമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സഡൻലി ഇങ്ങനെ ഒരു അവസരം വന്ന് പ്രതീക്ഷിക്കാണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി പുള്ളി പറഞ്ഞ് ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓക്കെ. പിന്നെ ഞാനത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. സിംഗം സിംഗിൾ അതന്നെ, ആളെ എപ്പോഴും ചില്ലാണോ ഇങ്ങനെ ഈ ഒരു മോഡാണ് ഫുള്ള്. ഒരു ആംബിയൻസ് മൊത്തം മൂപ്പരങ്ങോട്ട് മാറ്റി. ഞാൻ ഇവരൊക്കെ കാണുന്നത് തന്നെ സത്യത്തിൽ എനിക്ക് ഷൂട്ടില് ഒരു 2 മണിക്കൊക്കെ ആയിരുന്നു ഉച്ചക്ക്. ഞാൻ ഒരു 9 മണിയാകുമ്പോൾ ലൊക്കേഷൻ വന്നപ്പോൾ ആണ് ഈ ടീമുകളൊക്കെ തന്നെ കാണുന്നത്. അറിയാവുന്ന ഡയറക്ടറിനെ മാത്രമേ വരുന്നു, വേറെ ആരും അങ്ങനെ അറിയാൻ പറ്റില്ല. ഉച്ചക്ക് 2 മണിക്ക് ഷോട്ട് എടുത്തപ്പോൾ എനിക്ക് ഇത് ഇവരൊക്കെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നതാണല്ലേ, സംസാരിക്കാനുള്ള ഇത് ഒരു ഇല്ലാരും എടുത്ത് നമുക്ക് മനസ്സിലായി, പരിചയമില്ലാത്തതുകൊണ്ട്. പിന്നെ നല്ല ടെൻഷൻ. എൻ്റെ മുട്ടുകാരോട് ഞാൻ ഓടിക്കളയാൻ പോയി അവിടെ നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ഓടിക്കളഞ്ഞ് വേറെ ചീത്തപ്പേരുണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്ത് 2-3 ടേക്ക് എടുത്തിട്ട് ശരിയായില്ല. അത് ഞാനിപ്പോഴും ഓർക്കണം, ഒരു 7ാമത്തെ ടേക്കിലാണ് അത് ഓക്കെ ചെയ്ത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ ക്യാമറമാൻ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത്, ആരും നമ്മളെ ഇതാക്കി കണ്ടില്ല. പിന്നെ അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ അവർക്കൂടെ കൂടെ അങ്ങോട്ട് ചെന്ന് പിന്നെ ഇവരൊക്കെ പെടുന്ന ഞാനാണ് സ്റ്റാറാന്ന് പറയുന്നത് ഇപ്പം ആ ലൊക്കേഷനിൽ. അതെ അങ്ങനെ അതെ, പ്രതീക്ഷിക്കാണ്ട് വന്നൊരു സ്റ്റാറല്ലേ. അതെ അതെ, ഇത് തന്നെ അഭിനയം ഇത് തന്നെ ഇവിടെ അവിടെ ഇവിടെ എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് അഭിനയിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അറിയാനും പാടില്ല. ഫസ്റ്റ് ഫിലിമാണ് ഇത്. ഇപ്പൊ ഈ മയക്കം പിടിച്ചെന്ന് പറയണത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. പിന്നെ പേടിയൊന്നുമില്ല, അതാ സ്റ്റാർട്ടിങ്ങിന് ഉണ്ടാവൂലേ, എല്ലാ ഇതിന് സ്റ്റാർട്ട് ചെയ്തവരായിട്ടൊരു ട്രബിൾ ഉണ്ടാവില്ല. അതിന്റെ അഭിരാമിനെ വെച്ച് നോക്കുമ്പോ പേടിയില്ലല്ലോ. പുള്ളിക്കാരി പേടി അഭിനയിക്കണ്ട്, ഞാൻ പേടി അഭിനയിക്കണില്ല, അത്രേ ഉള്ളു പ്രശ്നം. അതെ അതെ, ഓക്കെ.